പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമൊരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ക്രിസ്തുവേശുവിൽ വന്ദനം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക ചിന്തയാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനും കാണണം. നിശ്ചയമായും ഈ സന്ദേശം കേൾക്കുന്നതിന് നിങ്ങൾ ചെലവഴിക്കുന്ന സമയം വൃഥാവാകുകയില്ല. ഇത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് നമുക്ക് വായിക്കാം. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളാണ്. യഹൂദ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ താൻ വന്നു നിൽക്കുകയാണ്. അവിടെ വരാനുള്ള പശ്ചാത്തലം നാം 21 മുതലുള്ള അധ്യായം വായിച്ചു വരുമ്പോൾ പൗലോസ് യെരുശലേമിൽ വെച്ച് പിടിക്കപ്പെടുകയാണ്. പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പൗലോസിന് മേൽ ദേവാലയം അശുദ്ധമാക്കി തീണ്ടിച്ചു എന്ന ഒരു വ്യാജ ആരോപണം ഉന്നയിച്ച് നാളുകളായി പൗലോസിനെയും പൗലോസിൻ്റെ പ്രവർത്തനങ്ങളെയും വെറുത്തിരുന്ന യഹൂദന്മാരിലെ വലിയൊരു വിഭാഗം അവർ വളരെ തന്ത്രപൂർവം പൗലോസിനെ കൊലപ്പെടുത്തുവാൻ പദ്ധതിയിട്ടു. ഈ പദ്ധതി നടക്കുമ്പോൾ ഈ വിവരം റോമൻ സൈന്യത്തെ, പട്ടാളക്കാരെ ആളുകൾ അറിയിച്ചു. അവർ വന്ന് ജനക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് പൗലോസിനെ രക്ഷിച്ചു. പ്രത്യേകിച്ച് റോമൻ സഹസ്രാധിപൻ അദ്ദേഹം പൗലോസിനോട് വളരെ ദയ ചെയ്തു. അങ്ങനെ ആ ജനക്കൂട്ടത്തിന് നടുവിൽ വെച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ പൗലോസ് തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ പ്രസംഗം താൻ എങ്ങനെ ഈ കർത്താവിനെ അറിഞ്ഞതും ഈ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി താൻ നിൽക്കുന്നതിന് മുമ്പ് യഹൂദ മതത്തിൽ താൻ എങ്ങനെ വളരെ ശക്തമായി പ്രവർത്തിച്ചുവെന്നും എന്നാൽ കർത്താവ് തന്നെ സന്ദർശിച്ചതും ഈ സത്യമാർഗത്തിന് സാക്ഷിയായി തീർന്നതിനെക്കുറിച്ചൊക്കെ പൗലോസ് പറഞ്ഞു. പക്ഷേ ജനക്കൂട്ടത്തിന് നടുവിൽ വലിയൊരു കലഹമുണ്ടായി. അവർ തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്നു. ഒരു കൂട്ടർ പൗലോസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. കുറച്ചാളുകൾ അനുകൂലമായി നിന്നു. എന്നാൽ ഈ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ പൗലോസ് നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ റോമൻ സഹസ്രാധിപൻ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പൗലോസിനെ യഹൂദ ന്യായാധിപ സംഘമല്ല, അഥവാ സൻഹെദ്രിൻ സംഘം എന്നറിയപ്പെടുന്ന യഹൂദ ന്യായാധിപ സഭയുടെ മുമ്പിൽ പൗലോസിനെ കൊണ്ടുവന്നു. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമെന്നും യെരുശലേമിലേക്ക് പോകരുതെന്നുമൊക്കെ യെരുശലേമിലേക്ക് വരുന്നതിന് മുമ്പ് പലരിലൂടെ പ്രവാചക ശബ്ദം പൗലോസ് കേട്ടതാണ്. അഗബോസ് എന്ന് പറഞ്ഞ പ്രവാചകൻ പൗലോസിനോട് പറഞ്ഞു, നിന്നെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. പൗലോസിനെ തന്നെ അരക്കച്ച എടുത്ത് തൻ്റെ കയ്യും കാലും കെട്ടിയിട്ട പ്രവാചകൻ പ്രവചിച്ചു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഫിലിപ്പോസിൻ്റെ പ്രവചിക്കുന്ന പുത്രിമാർ അവരും പൗലോസിന് വരാൻ പോകുന്ന ഈ കഷ്ടങ്ങളെക്കുറിച്ച് പ്രവചിച്ചു. ആളുകളൊക്കെ പറഞ്ഞതാണ്, പൗലോസെ നീ യെരുശലേമിലേക്ക് പോകരുത്. പൗലോസ് പക്ഷേ അവരുടെ ആരുടെയും വാക്ക് കേട്ടില്ല. പരിശുദ്ധാത്മാവ് പോകരുതെന്നല്ല പറഞ്ഞത്, ഒരിടത്തും ആത്മാവ് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പകരം അവിടെ കഷ്ടങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ
പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച അഭിഷിക്തൻ, പ്രതിസന്ധികളെ ഭയപ്പെട്ടില്ല, മരണത്തെ ഭയപ്പെട്ടില്ല. പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്: യെരുശലേമിൽ ബന്ധിക്കപ്പെടുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞാണ് യെരുശലേമിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വരവ് ശരിക്കും പറഞ്ഞാൽ പൗലോസിനോട് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ ഒരു വലിയ പ്രവചനത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഒരു മറുപടിയുണ്ട്. നാളുകളായി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ്: റോമിൽ പോകണം, റോമിൽ ചെന്ന് അവിടെ കർത്താവിൻ്റെ വചനം ഘോഷിക്കണം, അവിടുത്തെ ജനത്തെ കാണണം. തൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് കാലങ്ങൾ താൻ വെയിറ്റ് ചെയ്തു, ഒരുപാട് തടസ്സങ്ങളുണ്ടായി. പക്ഷേ തക്ക സമയത്ത് ദൈവം പൗലോസിനെ റോമിലെത്തിക്കുവാനുള്ളൊരു പദ്ധതി കൂടെയായിരുന്നു ഇതിൻ്റെ പിന്നിൽ. ദൈവത്തിൻ്റെ മഹത്വമായ പ്രവൃത്തി എത്ര വലുതാണ്! നമ്മൾ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനുമൊക്കെ അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നാം പ്രതീക്ഷിക്കുന്നത് പോലെയോ നാം ചിന്തിക്കുന്നത് പോലെയോ അല്ലായിരിക്കാം ചിലപ്പോൾ വെളിപ്പെടുന്നത്. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം ഞാൻ ഈ പ്രാരംഭ സമയത്ത് പറയാം: നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രാർത്ഥനയുടെ മറുപടി പ്രതീക്ഷിക്കുന്നെങ്കിൽ, നിശ്ചയമായും ദൈവം അത് തക്ക സമയത്ത് വെളിപ്പെടുത്തും. അതിന് ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അസാധാരണമായിരിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിന് നാം മുന്നോട്ട് പോയാൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇവിടെ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് പൗലോസിനെ രക്ഷിച്ച് യഹൂദ മത കോടതിയുടെ സൻഹെദ്രിൻ സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. പ്രധാനമായും സൻഹെദ്രിൻ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ പരീശന്മാരും സദൂക്യ പക്ഷക്കാരുമാണ്. മഹാപുരോഹിതനായ അനന്യാസ് അവിടെയുണ്ട്. അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള ആളുകൾ, ഒരു വലിയ കൂട്ടം പൗലോസിനെ വിചാരണ ചെയ്യുവാനായി കാത്തിരിക്കുകയാണ്. തൻ്റെ വിശ്വാസത്തെ വെല്ലുവിളിക്കുവാൻ, താൻ പിന്തുടരുന്ന കാര്യങ്ങൾ അബദ്ധമാണെന്ന് തെളിയിച്ച് പൗലോസിനെ വിചാരണ ചെയ്യുവാൻ കാത്തിരിക്കുകയാണ്. അവരുടെ നടുവിൽ പൗലോസ് വന്നു നിന്ന് നാം ഈ വായിക്കുന്ന നമ്മുടെ കുറിവാക്യം ഇങ്ങനെ പ്രഖ്യാപിച്ചു: പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. തന്നെ ന്യായം വിധിക്കുവാൻ, തന്നെ കുറ്റം വിധിക്കുവാൻ ഇരിക്കുന്നവരെ പൗലോസ് ഒന്ന് നോക്കി എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ആരായിരിക്കുന്നത്? പൗലോസിനറിയാം, പരീശന്മാർ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരാ അവിടെ ഇരിക്കുന്നത്? സദൂക്യർ. പൗലോസ് അവരെ നോക്കി. എന്നിട്ട് പൗലോസ് ശക്തമായ നിലയിൽ ഈ വാക്കുകൾ പ്രഖ്യാപിച്ചു. അതാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എത്ര അർത്ഥവത്തായ പദം! ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കിയിട്ട് പൗലോസ് പറയുക, ഞാൻ ഇന്നേ വരെ നല്ല മനസാക്ഷിയോടെ ദൈവത്തിന് മുമ്പാകെ നടന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പരീക്ഷപക്ഷത്തോടാണ് താനിത് പറയുന്നത്. നമുക്കറിയാം, പരീശന്മാരുടെ ജീവിത രീതി ബാഹ്യമായ ഭക്തി പ്രകടിപ്പിക്കുന്നവരായിരുന്നു പരീശന്മാർ. നമ്മുടെ കർത്താവായ യേശു പലപ്പോഴും പരീശന്മാരെ ശക്തമായി ശാസിച്ചിട്ടുണ്ട്. അവരുടെ ഭക്തി പ്രകടനത്തെ കർത്താവ് എപ്പോഴും ശാസിച്ചിട്ടുണ്ട്. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുന്ന, മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർ അറിയണമെന്ന് ചിന്തിച്ച് ഇവിടെ പ്രതിഫലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയാണെങ്കിലും, ദാനം കൊടുക്കുന്നതാണെങ്കിലും, ഉപവസിക്കുന്നതാണെങ്കിലും, എന്തു തന്നെയാണെങ്കിലും അതെല്ലാം മറ്റുള്ളവരുടെ അംഗീകാരത്തിനും മാനത്തിനും വേണ്ടി മാത്രം ചെയ്യുകയും ഹൃദയം കൊണ്ട്, മനസാക്ഷി കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന,
മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കുന്ന, മനസാക്ഷി കുത്തില്ലാതെ ഈ ഭക്തി പ്രകടനം നടത്തുന്ന പരീക്ഷ പക്ഷത്തെ നോക്കി പൗലോസ് വിളിച്ചു പറയുക, ഞാൻ ഇന്നേ വരെ കേവലം നല്ല മനസാക്ഷിയോടുകൂടെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ആരെ നോക്കിയാ പറയുന്നത്? സദൂക്യർ. ആരായി സദൂക്യർ? ഇസ്രായേലിലെ പരീശന്മാരെ പോലെ തന്നെ മറ്റൊരു പ്രബല ഗ്രൂപ്പാണ്. എന്താ അവരുടെ പ്രത്യേകത? അവർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നില്ല, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അല്ലേ? എത്ര കൃത്യമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവരുടെ കയ്യിൽ കിട്ടിയിട്ടും ഈ സത്യങ്ങളെക്കുറിച്ചുള്ള ബോധം അകത്ത് ലഭ്യമായിട്ടും അതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ എല്ലാം ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരാത്മീകത, തെറ്റായ ആത്മീകത പിന്തുടരുന്നവരായിരുന്നു സദൂക്യപക്ഷം. നമുക്കറിയാം, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നാം കർത്താവിനോടുള്ള ഒറ്റ പ്രതീക്ഷയിലാണ്, നിത്യതയെക്കുറിച്ചുള്ള ഒറ്റ ദർശനത്തിൻ്റെ പേരിലാണ് ഈ ലോകത്തെ ഈ കഷ്ടങ്ങളൊക്കെ നാം സഹിക്കുന്നത്. നിന്ദയും അപമാനവും ഒക്കെ സഹിച്ച് കോടിക്കണക്കിന് മനുഷ്യർ ഈ നാമത്തിനു വേണ്ടി മരിച്ചത്, ഈ നാമത്തെ ഉയർത്തിപ്പിടിക്കുന്നത് ഈ കാലത്തിലെ കഷ്ടങ്ങളെല്ലാം സാരമില്ലെന്നെണ്ണി നിത്യതയോടൊരു പ്രത്യാശയുള്ളത് കൊണ്ടാണ്. ആ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ ധനവാനായ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞതുപോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. പ്രത്യാശ നഷ്ടപ്പെട്ട സദൂക്യപക്ഷം, അല്ലേ? സത്യത്തിനെതിരെ ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കണമെങ്കിൽ ആദ്യം അവർക്ക് നഷ്ടപ്പെടേണ്ടത് നല്ല മനസാക്ഷിയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമില്ല എന്നൊക്കെ വളരെ ശക്തമായി പറയുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാം. ദൈവത്തെ ഒന്ന് കാണിച്ചതാ, അങ്ങനൊരു സംവിധാനമില്ല, ദൈവമില്ല, ഇപ്രകാരമൊക്കെ പറയുന്നവരുണ്ട്. ദൈവത്തെ എതിർക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ നാം അറിയേണ്ട ഏറ്റവും വലിയ കാര്യം, അവർ ദൈവമില്ല എന്നും ഈ ആത്മീയ കാര്യങ്ങൾക്കെതിരെയൊക്കെ നിൽക്കുമ്പോൾ അവരുടെ അകത്ത് ദൈവം സൃഷ്ടിച്ച മനസാക്ഷി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, അല്ലേ? ആ മനസാക്ഷി അവരോട് പറയും, ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവാവബോധത്തോടെയാണ്. എത്രയൊക്കെ ഇല്ല, ദൈവമില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യനറിയാം, തനിക്കൊരു ദൈവമുണ്ട്, താൻ ഒരു ദൈവ സൃഷ്ടിയാണ്. മനസാക്ഷിയുടെ ഈ സാക്ഷ്യം അവഗണിക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെ അതിനെ തള്ളിക്കളയുമ്പോഴാണ് മനസാക്ഷിയെ വഞ്ചിച്ച് നമുക്ക് ദൈവമില്ല എന്നൊക്കെ പറയാൻ കഴിയുകയുള്ളൂ. നോക്കണേ, രണ്ട് പ്രബല ഗ്രൂപ്പുകൾ. ഒരു ഗ്രൂപ്പ് ദൈവത്തിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ വലിയ വിശ്വാസമുണ്ടെന്ന് പുറമേ പറയുകയും മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഭൗതികമായ അംഗീകാരങ്ങളും നന്മയും മാത്രം ലക്ഷ്യമാക്കി ആത്മീകത അഭിനയിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളത്തേച്ച ശവക്കല്ലറുകളെ പോലെയുള്ളവർ. മറ്റൊരു ഭാഗം പുനരുത്ഥാനത്തിലും മരണാനന്തര ജീവിതത്തിലും ഒന്നും പ്രത്യാശയില്ലാതെ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച്, അല്ലേ? ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച് കർത്താവിനെ സേവിച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ, അല്ലേ? സദൂക്യർ വാസ്തവത്തിൽ അരിഷ്ടന്മാരാണ്. നിത്യതയുടെ പ്രത്യാശയില്ലാത്ത, പുനരുത്ഥാന പ്രത്യാശയില്ലാത്ത സദൂക്യപക്ഷം. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ, ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ മനസാക്ഷി എന്ന് പറയുന്നതിനോട് അവർക്ക് വഞ്ചന കാണിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നാം നമ്മുടെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ, മനസ്സാക്ഷി നഷ്ടപ്പെട്ട, നല്ല മനസ്സാക്ഷി മരവിച്ചു പോയ, നല്ല മനസ്സാക്ഷി ഇല്ലാത്ത ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റും കാണാൻ പറ്റും. ആത്മീയത അഭിനയിക്കുന്നവർ, ഇല്ലാത്ത ദൈവിക ബന്ധത്തെക്കുറിച്ച് വീമ്പ് പറയുന്നവർ, പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്നവർ, മനസ്സാക്ഷി പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടും മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ നടുവിൽ, മറുവശത്ത് ദൈവം കൊടുത്തിരിക്കുന്ന മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കാതെ ഈ ആത്മീയതയ്ക്കെതിരെ എല്ലാം തിരിഞ്ഞ് ഈ ലോകത്തിലെ ജീവിതം മാത്രം ലക്ഷ്യമിട്ട് നിത്യതയുടെ പ്രത്യാശയില്ലാത്ത ഒരുപാട് ആളുകൾ. ഈ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസിനെ പോലെ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ, ഞാൻ ഇന്നേ വരെ നല്ല മനസ്സാക്ഷിയോടെ എൻ്റെ ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്നു? വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്നവരെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുക, എനിക്ക് ഒരു നല്ല മനസ്സാക്ഷിയുണ്ട്. പൗലോസിനോട് നല്ല മനസ്സാക്ഷി ഉണ്ട് എന്ന് പൗലോസ് പറയുമ്പോൾ, താൻ ഒരു കുറ്റവുമില്ലാത്ത, ഒരു കുറവുമില്ലാത്ത തികഞ്ഞ ഒരു മനുഷ്യനാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. പകരം തനിക്ക് ലഭിച്ച പരിജ്ഞാനപ്രകാരം, തനിക്ക് ലഭിച്ച വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞ സത്യത്തിന് വേണ്ടി മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ, മനസ്സാക്ഷിയോട് നീതി പുലർത്തി, നല്ല മനസ്സാക്ഷിയോടെ, അറിഞ്ഞ സത്യത്തിന് വേണ്ടി ധീരതയോടെ ഇന്നും ഞാൻ നിൽക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം. മറുവശത്ത് നോക്കണമേ, വെളിപ്പാടുകൾ ലഭിച്ചതാണ്, വചനം ലഭിച്ചതാണ്, സത്യം ലഭിച്ചതാണ്. പക്ഷേ അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കാൻ കഴിയാതെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ നടുവിൽ പൗലോസ് പറയുക, ഞാൻ നല്ല മനസ്സാക്ഷിയോടുകൂടെയാണ് ഇന്ന് വരെയും ജീവിച്ചത്. ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനസ്സാക്ഷി മരവിച്ചു പോയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അനേകർക്ക് നല്ല മനസ്സാക്ഷിയില്ല. മനസ്സാക്ഷിയുടെ പ്രബോധനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിലക്കുകൾക്ക് ചെവി കൊടുക്കാതെ, മനസ്സാക്ഷിയുടെ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു വലിയ തലമുറയുടെ നടുവിൽ നല്ല മനസ്സാക്ഷിയുള്ളവരായി ദൈവത്തെ സേവിക്കുവാൻ നമുക്കിടയാകട്ടെ. എന്താണ് പൗലോസ് ഞാൻ നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തെ സേവിച്ചു, ദൈവത്തിന് മുമ്പാകെ നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? തനിക്ക് ലഭിച്ച ആ വെളിപ്പാട് എന്താണോ ആ വെളിപ്പാടനുസരിച്ച് ഇന്ന് വരെ ജീവിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പകർന്നു തന്ന ഈ സത്യ വെളിപ്പാടിൻ്റെയോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ തൊട്ടൊന്ന് പറയാൻ പറ്റുമോ, ഇന്ന് ഞാൻ നല്ല മനസ്സാക്ഷിയോട് തന്നെ ഈ സത്യത്തിന് വേണ്ടി ഇന്നും ഞാൻ നിൽക്കുന്നു. എൻ്റെ ആരാധനയ്ക്കകത്ത് കപടതയില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് അഭിനയങ്ങളില്ല, എൻ്റെ വചനധ്യാനത്തിനകത്ത് ഒരു തരത്തിലുമുള്ള ഗിമ്മിക്കുകളുമില്ല. ഞാൻ പൂർണ്ണ മനസ്സാക്ഷിയോടെ തന്നെയാണ് ഈ കർത്താവിനെ സേവിച്ചാരാധിക്കുന്നത്, ഈ കർത്താവിനെ ഇന്ന് ഞാൻ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്. നല്ല മനസ്സാക്ഷിയോടെയാണ്. എൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ കപടത ഉള്ളവരുടെ മുഖത്ത് നോക്കി ഇത് വിളിച്ചു പറഞ്ഞു, ഞാൻ നല്ല മനസ്സാക്ഷിയോടുകൂടെ ജീവിച്ചു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നല്ല മനസ്സാക്ഷിയോടുകൂടെ ജീവിച്ചു എന്ന് പറയാൻ വലിയ പാടാ. പക്ഷെ വെറുതെ പറയാൻ ആളുകൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ സത്യസന്ധമായി അങ്ങനെ പറയാൻ കുറച്ച് പാടാണ്. അങ്ങനെ പറയണമെങ്കിൽ ആദ്യം അങ്ങനെ ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. എബ്രായ ലേഖനം 13-ാം അധ്യായം 18-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സകലത്തിലും നല്ലവരായി നടപ്പാൻ
ഇച്ഛിക്ക കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. അവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ഒരു വ്യക്തിക്ക് നല്ല മനസ്സാക്ഷി ഉണ്ട് എന്ന് എങ്ങനെ ഉറപ്പിക്കാം? അതിന് അവിടെ ഇങ്ങനെ വായിക്കുന്നു, സകലത്തിലും ഞങ്ങൾ നല്ലവരായി നടപ്പാൻ ഇച്ഛിക്ക കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. സകലത്തിലും നല്ലവരായി നടക്കാൻ ഇച്ഛിക്കുന്നു. ഒരു വ്യക്തിയുടെ നടപ്പ്, അവരുടെ ജീവിതം, എല്ലാ കാര്യങ്ങളിലും എനിക്ക് നന്മയാണ് ആവശ്യം, നല്ലതാകണം എന്നതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾക്കൊരു നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന അർത്ഥം. ഈ നല്ലവരായി നടക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മുമ്പിലുള്ള നടപ്പല്ല. നിങ്ങൾ ആ യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കണം. മനുഷ്യന് മുമ്പാകെ നല്ലവരായി നടക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ പുറമേയുള്ള സൗമ്യമായ പെരുമാറ്റവും നിങ്ങളുടെ പുഞ്ചിരിയും താങ്കളുടെ ഇടപാടുകളുമൊക്കെ ആളുകളിൽ നിങ്ങൾക്ക് വലിയ മതിപ്പുണ്ടാക്കാനിടയാകും. പക്ഷേ ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നല്ലവനായി നടക്കാൻ ഒരാൾ ഇച്ഛിച്ചാൽ അവിടെ അവർക്ക് നല്ല മനസ്സാക്ഷി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ മനുഷ്യരുടെ മുമ്പിൽ ഉള്ള നമ്മുടെ നടപ്പ് വളരെ ചുരുങ്ങിയ സമയമാണ്. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല നടക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ ഒരു ജീവിതമുണ്ട്. നമ്മൾ മാത്രം അറിയുന്നൊരു ജീവിതം. ആ ജീവിതത്തിൽ നല്ലവരായിരിക്കാൻ, ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മ അന്വേഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈ നല്ല മനസ്സാക്ഷിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്ത ഒരാത്മമനുഷ്യനാണ്. 139 സങ്കീർത്തനം 23-24 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവമേ, അങ്ങനെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഒരു ദൈവ പൈതലിൻ്റെ മുഴു ജീവിതത്തെയും അവരെപ്പോഴും അവിടെ നല്ല മനസ്സാക്ഷി എവിടെങ്കിലും മാറുന്നുണ്ടോ, എവിടെങ്കിലും അതിന് കുറവ് വരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മനസ്സാക്ഷിക്ക് വിരുദ്ധമായതുണ്ടെങ്കിൽ, നല്ല മനസ്സാക്ഷിക്ക് വിരുദ്ധമായത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരം കുറവുകളെ, പാപങ്ങളെ ദൈവമുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ നല്ല മനസ്സാക്ഷി എപ്പോഴും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ അപ്രകാരം തൻ്റെ മനസ്സാക്ഷി സൂക്ഷിച്ചതുകൊണ്ടാണ് താൻ ധൈര്യത്തോടെ മനസ്സാക്ഷി മരവിച്ച, മനസ്സാക്ഷി നഷ്ടപ്പെടുത്തിയ പരീശന്മാരോടും സദൂക്യരോടുമൊക്കെ ധൈര്യത്തോടെ പറഞ്ഞത്, എനിക്ക് നല്ല മനസ്സാക്ഷിയുണ്ട്, ഞാൻ അറിഞ്ഞ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ നല്ല മനസ്സാക്ഷി നമുക്ക് ഉണ്ട് എന്ന് നമ്മളിവിടെ വായിച്ചു. പക്ഷേ അത് തെളിയിക്കേണ്ടത് മനുഷ്യൻ്റെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നു എന്ന് പറയുന്നത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെയുള്ള നടപ്പാണ്. ദൈവത്തിൻ്റെ മുമ്പിലാണ് താൻ ജീവിക്കുന്നത്, അവിടുത്തെ ദൃഷ്ടിയിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന ബോധ്യമുള്ള ഒരാത്മമനുഷ്യനായിരുന്നു പൗലോസ്. പല ആളുകളുടെയും മനസ്സാക്ഷി മരവിച്ചു പോകുന്നത്, നല്ല മനസ്സാക്ഷിയൊക്കെ നഷ്ടപ്പെട്ട് മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടൊക്കെ ജീവിക്കുന്നതിൻ്റെ കാരണം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന ബോധ്യം ആളുകൾക്ക് നഷ്ടപ്പെടുന്നതാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയായിരുന്നാലും
ജോലി സ്ഥലത്താകട്ടെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിലാണ് ആകട്ടെ, കോളേജിലാകട്ടെ, നാം എവിടെയായിരുന്നാലും അവിടെയെല്ലാം നമ്മെ വീക്ഷിക്കുന്ന, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം പാപം ചെയ്യാതെ, അശുദ്ധിയിലേക്ക് പോകാതെ, മനസാക്ഷി മങ്ങിപ്പോകാതെ ശുദ്ധ മനസാക്ഷിയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കും. പൗലോസ് പറയുക, എൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പിലാണ്, ഞാൻ ദൈവത്തിന് മുമ്പിലാണ് ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: അതിന് ശരീരത്തിലിരിക്കുമ്പോഴാണെങ്കിലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഒരാത്മികൻ്റെ ജീവിതമെന്ന് പറയുന്നത് കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. അതാണ് നല്ല മനസ്സാക്ഷിയുള്ളവരുടെ ലക്ഷ്യം. നഷ്ടപ്പെടുത്തിയവർ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യും. താൽക്കാലിക ലാഭത്തിന് വേണ്ടി അവർ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായി മാറും. താൽക്കാലിക ലാഭത്തിന് വേണ്ടി അവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. പക്ഷേ കർത്താവിന് മുമ്പാകെ നല്ല മനസ്സാക്ഷിയുള്ള ഒരാൾ ദൈവത്തോട് പൂർണ്ണമായി വിധേയപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുവാനിടയായിത്തീരും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നല്ല മനസ്സാക്ഷി നിങ്ങളുടെ അകത്തുണ്ടോ? അതോ അതിനെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പറഞ്ഞ്, കർത്താവേ, പരമാർത്ഥതയോടെ നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല മനസ്സാക്ഷിയോടെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നു, ദൈവസന്നിധിയിൽ ഞാൻ നടക്കുന്നു. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രബോധിപ്പിച്ചു: അതിനാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നല്ല മനസ്സാക്ഷിയോടെ ജീവിച്ചതിൻ്റെ കാരണം മനസ്സിലായോ? കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് പൗലോസിനറിയാം. അതുകൊണ്ടാണ് മനസ്സാക്ഷി വഞ്ചിച്ച് ഞാനൊന്നും ചെയ്യില്ല, എൻ്റെ മനസ്സാക്ഷിയെ തള്ളിക്കളഞ്ഞ് അലക്സാണ്ടറിൻ്റെയും ഹുമനയോസിൻ്റെയും കാര്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അവർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ധൈര്യമായിട്ട് ഞാൻ നല്ല മനസ്സാക്ഷിയോടെയാണ് ജീവിക്കുന്നതെന്ന് പറയണമെങ്കിൽ നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കുവാൻ നമുക്കിടയാകണം. ആ ജീവിതം നയിക്കണമെങ്കിൽ അതിന് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും എപ്പോഴും എല്ലാത്തിലും നല്ലവരായി നടക്കാൻ, നന്മ ചെയ്യാൻ ഉത്സാഹിക്കുന്നവരായി മാറണം. മാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിലാണ് ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ ദൃഷ്ടിക്ക് മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന ബോധ്യത്തോടെ ജീവിച്ചാൽ നമുക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാൻ ഇടയായിത്തീരും. എപ്പോഴും പരിശോധിക്കണം. ദൈവത്തോട് പറയണം, എൻ്റെ അന്തരംഗം പരിശോധിക്കണമേ, എൻ്റെ ഉള്ളത്തെ പരിശോധിക്കണമേ, വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ? കർത്താവേ, എവിടെങ്കിലും എൻ്റെ മനസ്സാക്ഷിക്ക് മങ്ങലേറ്റിട്ടുണ്ടോ? മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഞാൻ ജീവിക്കുന്നുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ച് നാം ഒന്ന് ആഴമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പൗലോസ് പറയുന്നുണ്ട്: അതിനാൽ ഞാൻ ദൈവത്തോടും മനുഷ്യനോടും ശുദ്ധമായ മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ എപ്പോഴും കഷ്ടപ്പെടുന്നു. ഈ ശുദ്ധമായ മനസ്സാക്ഷി പൗലോസിനുണ്ടായത് വെറുതെ ഉണ്ടായതല്ല. ദൈവത്തോടും മനുഷ്യരോടും ശുദ്ധമായ മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമുക്കറിയാം, നാമൊക്കെ മനുഷ്യരാണ്. ദൈവത്തോടും മനുഷ്യരോടുമൊക്കെയുള്ള നമ്മുടെ ബന്ധം വിലയേറിയതാ. പക്ഷേ ആ ബന്ധങ്ങൾക്ക് ചിലപ്പോൾ വിള്ളലുകൾ ഉണ്ടായേക്കാം. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് വിള്ളലുണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപമെന്ന് പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വരുന്നതാണ്, തിന്മ വരുന്നതാണ്. അത്തരം തിന്മകൾ, അത്തരം പാപങ്ങൾ നമ്മിൽ പ്രവേശിച്ചാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം തകരുവാനിടയായിത്തീരും. പൗലോസ് പറയുക, ദൈവത്തോടുള്ള എൻ്റെ ബന്ധം, എൻ്റെ നല്ല മനസ്സാക്ഷി സൂക്ഷിക്കാൻ ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് പരിശ്രമിക്കുന്നത്? തമ്പുരാനുമായിട്ടുള്ള ബന്ധം തകർന്നു പോകാതിരിക്കാൻ ശുദ്ധ മനസ്സാക്ഷിയോടെ ദൈവത്തെ സേവിക്കണമെങ്കിൽ നമ്മുടെ കുറവുകൾ മനഃപൂർവ്വമായി ഞാനും നിങ്ങളും ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നു വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു ശുദ്ധ മനസ്സാക്ഷിയുണ്ടോ? അതോ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്
നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ കഴിയാതെ, ആത്മീയ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാതെ എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്തെങ്കിലും പാപങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇപ്പോൾ ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവവുമായിട്ടൊരു ശുദ്ധ മനസ്സാക്ഷി സൂക്ഷിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. രണ്ടാമത് പറഞ്ഞത് മനുഷ്യനുമായിട്ടുള്ള എൻ്റെ ബന്ധം, കുടുംബത്തിനകത്താകട്ടെ, കുഞ്ഞുങ്ങളുമായിട്ടാകട്ടെ, ഭാര്യയായിട്ടാകട്ടെ, ഭർത്താവുമായിട്ടാകട്ടെ, ബന്ധുക്കളോ ചാർച്ചക്കാരോ ആരുമായിട്ടുള്ള ബന്ധങ്ങളും ആ ബന്ധത്തിനുണ്ടായ വിള്ളലുകൾ, അതിനകത്തുണ്ടായ സ്വരച്ചേർച്ചയില്ലായ്മ, അത് ഈ ദിവസങ്ങളിൽ പൗലോസ് പറഞ്ഞു, എനിക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ ഞാൻ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതിനൊരു വില കൊടുത്തേ പറ്റുകയുള്ളൂ. ദൈവത്തോടും മനുഷ്യരോടുമൊക്കെ ഒരു നല്ല മനസ്സാക്ഷി നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങളതിനൊരു വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചില ആളുകളുമായിട്ട് നിങ്ങൾക്കൊരു നല്ല മനസ്സാക്ഷി ഉണ്ടാകണമെങ്കിൽ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഒരുപക്ഷെ താങ്കൾ ഒന്ന് താഴേണ്ട ആവശ്യമുണ്ടായേക്കാം, ക്ഷമ പറയേണ്ട ആവശ്യം വന്നേക്കാം, മനഃപൂർവ്വമായി ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം. പൗലോസ് പറയാ, ഞാൻ കഷ്ടപ്പെടുന്നു, എങ്ങനെയും എനിക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആളുകളോടുള്ള വൈരാഗ്യവും ആളുകളോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷങ്ങളും ഒക്കെ മനസ്സിൽ വെച്ച് വന്നിരുന്ന് പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നല്ല മനസ്സാക്ഷി ഉണ്ടാകില്ല, മനസ്സാക്ഷി കുത്തിക്കൊണ്ടിരിക്കും. പല ആളുകളും ആ കുത്തലൊക്കെ സഹിച്ച് മനസ്സാക്ഷിയെ അവഗണിച്ച് പരീക്ഷന്മാരെ പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മികത. പകരം പൗലോസ് പറയാം, ഞാൻ കഷ്ടപ്പെടുന്നു, അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും, എല്ലാവരുമോടും നല്ല മനസ്സാക്ഷി ഉണ്ടാക്കാൻ ഞാൻ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങൾക്കകത്ത് എന്തെങ്കിലും വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വചനം പറയുന്ന സമയം നിങ്ങൾ ധൈര്യത്തോടെ ദൈവസ്ഥലിൽ ചെന്ന് പ്രാർത്ഥിക്കുക, ചെല്ലുക. കഷ്ടപ്പെടാൻ തയ്യാറായ പൗലോസിനെ പോലെ എന്ത് ത്യാഗം സഹിച്ചും ആളുകളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ ആ ഹാർമണി തിരിച്ചു കൊണ്ടുവരുവാൻ, അധ്വാനിക്കുവാൻ, കഷ്ടപ്പെടുവാൻ, ക്ഷമ ചോദിക്കുവാൻ, ക്ഷമ പറയുവാൻ, ത്യാഗം സഹിക്കുവാൻ, നഷ്ടം സഹിക്കുവാൻ ഇന്ന് നിങ്ങൾ തയ്യാറായി ആ മനസ്സാക്ഷി, ശുദ്ധ മനസ്സാക്ഷിയിലേക്ക്, നല്ല മനസ്സാക്ഷിയിലേക്ക് നിങ്ങൾ തിരികെ വന്നാൽ സ്വർഗം സന്തോഷിക്കുന്ന ആ സമയമായിട്ട് ഈ സമയം മാറും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുക, അതിനുവേണ്ടി ഞാൻ വളരെ കഷ്ടം സഹിക്കുന്നു, കഷ്ടപ്പെടുന്നു, ത്യാഗങ്ങൾ സഹിക്കുന്നു, ദൈവത്തോടും മനുഷ്യനോടും നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാൻ. ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തോടും മനുഷ്യനോടുമൊക്കെ നല്ല മനസ്സാക്ഷിയൊക്കെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രതിഫലം? പൗലോസ് നല്ല മനസ്സാക്ഷിയോടുകൂടി ജീവിച്ചു എന്ന് പ്രഖ്യാപിച്ചത് മഹാപുരോഹിതനായ അനന്യാസിന് ഇഷ്ടമായില്ല. അനന്യാസ് അരികെ നിൽക്കുന്നവരോട് പൗലോസിൻ്റെ വായ്ക്ക് അടിക്കാൻ കൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ അനന്യാസ്? മഹാപുരോഹിതനായിരുന്നു. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാലം പണിയുന്നവനെന്നാ. ദൈവത്തിനും മനുഷ്യനുമിടയിൽ പാലം പണിയുന്നവൻ, മനുഷ്യനിൽ നിന്ന് കേട്ട മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നവൻ, ദൈവസന്നിധിയിൽ മനുഷ്യന് വേണ്ടി നിൽക്കുന്നവൻ. പക്ഷേ ഈ അനന്യാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അനന്യാസ് ഒരു അനീതിയുള്ള കപടഭക്തനായ ഒരു മഹാപുരോഹിതനായിരുന്നു. തൻ്റെ മനസ്സാക്ഷി പണയം വെച്ച്, അല്ലെങ്കിൽ തൻ്റെ മനസ്സാക്ഷിയുടെ ആലോചനകളെ ധിക്കരിച്ച് ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയുടെ മുമ്പിൽ തെറ്റുകാരനായി ജീവിക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹം മനസ്സാക്ഷിയോടെ, നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന അഭിഷിക്തൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ ദൂത് പറയാം. മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് ഏതും പ്രവർത്തിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എത്ര പാപം ചെയ്തിട്ടും എത്ര തിന്മ ചെയ്തിട്ടും ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ പിന്നെയും ആത്മീകത അഭിനയിക്കുന്നവരുടെ മുമ്പിൽ എത്ര തിന്മ ചെയ്താലും എത്ര തെറ്റ് ചെയ്താലും അതെല്ലാം മൂടി വെച്ചിട്ട് ദൈവമുമ്പാകെ വന്ന് വലിയ ആരാധനയും പ്രാർത്ഥനയും പാട്ടും ആത്മീകതയുടെ വിവിധ വിധങ്ങളായ കാര്യങ്ങളൊക്കെ വല്ലാതെ പ്രകടിപ്പിക്കുന്നവരുടെ നടുവിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. അവിടെ ഞാൻ നല്ല മനസ്സാക്ഷിയോടെ ജീവിച്ചു എന്ന് പറഞ്ഞ പൗലോസിൻ്റെ സാക്ഷ്യത്തിന് അവിടെ വിലയുണ്ടായില്ല. അതവർ ദൈവ ദൂഷണമായി തെറ്റിദ്ധരിച്ചു. അനന്യാസിന് ഒരുപക്ഷെ ഈ മാർഗത്തെക്കുറിച്ച് വലിയ വെറുപ്പായിരിക്കാം. എന്തായാലും പൗലോസിൻ്റെ വായ്ക്ക് അടിക്കാൻ കൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയാം,
ഈ വക്രത നിറഞ്ഞ, അനീതി നിറഞ്ഞ, അധർമ്മം നിറഞ്ഞ ഈ ലോകത്ത് മനസാക്ഷിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, നല്ല മനസാക്ഷിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, ഈ ലോകത്തുനിന്ന് നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടും, ആളുകൾ നിങ്ങളെ അംഗീകരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ബൈബിൾ പറയുന്നത് പോലെ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. ഇവിടെ മനുഷ്യൻ്റെ അംഗീകാരം വേണമെങ്കിൽ, ഇവിടെ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ മനസാക്ഷി എന്നത് മാറ്റിവെക്കേണ്ട ഒരു കാര്യമാണ്. നല്ല മനസാക്ഷി ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇല്ലാത്ത നിലയിൽ എല്ലാ തിന്മകൾക്കും ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇവിടെ ഉയർച്ചകൾ ഉണ്ടാകുന്നുള്ളൂ. സാധാരണയായി സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന മനസാക്ഷിയുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രതികൂലങ്ങളാണ് ചുറ്റുമുണ്ടാകുന്നത് എന്ന സത്യം ഞാനിവിടെ പറയുക. ഇതാ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ നല്ല മനസാക്ഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസാക്ഷി പണയം വെച്ച അനന്യാസിനെ സഹിച്ചില്ല, വായിക്കടിക്കാൻ കൽപ്പിക്കുകയാണ്. പരീക്ഷപക്ഷത്തിനും സദൂക്യപക്ഷത്തിനും ഇത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്കാർക്കും ഈ നല്ല മനസാക്ഷിയില്ല. ഇനി വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മീകമായി മുന്നോട്ട് നിന്നാൽ, നല്ല മനസാക്ഷിയോടെ ജീവിച്ചാൽ, അതില്ലാത്ത ഒത്തിരി പേർക്ക് നിങ്ങളോട് വിരോധമുണ്ടാകും. നിങ്ങൾക്കെതിരായിട്ട് ആളുകൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, അവർ ഈ മേഖലയിലെല്ലാം പരാജയപ്പെട്ട് തകർന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഈ വിമർശനവുമായി എഴുന്നേറ്റിരിക്കുന്നത്. മിക്കവാറും വിമർശിക്കുന്നവർ നല്ലൊരു പങ്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടവർ. അവർക്ക് പിന്നെ മറ്റൊരു മാർഗമില്ല, വിമർശിച്ചുകൊണ്ടേയിരിക്കുക എന്ന ഒറ്റ മാർഗം. മഹാപുരോഹിതനായ അനന്യാസ് പൗലോസിൻ്റെ വായിക്കടിക്കാൻ കൽപ്പിച്ചു. പക്ഷേ പൗലോസ് അവിടെ തിരിച്ചു പറയുന്ന ചില വാക്കുകൾ, വെള്ള തേച്ച ചുവരെ, ദൈവം നിന്നെ അടിക്കും. ന്യായപ്രമാണപ്രകാരം എന്നെ വിധിക്കാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് ചോദിച്ചു. ന്യായപ്രമാണപ്രകാരം കുറ്റം തെളിയാതെ ശിക്ഷിക്കാൻ പാടില്ല. ഇതൊരാരോപണമേ വന്നിട്ടുള്ളൂ. ആരോപണത്തിൻ്റെ വിസ്താരത്തിന് നടുവിൽ കുറ്റം തെളിയുന്നതിന് മുമ്പ് തന്നെ മഹാപുരോഹിതൻ അടിക്കാൻ കൽപ്പിക്കുക. അപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, വെള്ളത്തേച്ച ചുവരെ, ദൈവം നിന്നെ അടിക്കും. പൗലോസിൻ്റെ ഈ വാക്കുകൾ ഈ അനന്യാസിൻ്റെ ജീവിതത്തിൽ ഒരു പ്രവചനമായി നിറവേറി. AD 66-70 കാലഘട്ടങ്ങളിൽ യഹൂദ ജനവും റോമാക്കാരും തമ്മിലുണ്ടായ വലിയ കലാപത്തിൽ ഈ മഹാപുരോഹിതനായ അനന്യാസ് കൊല്ലപ്പെട്ടതായി ചരിത്രം പറയുന്നു. ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നല്ല മനസാക്ഷിയോടെ ജീവിക്കുന്നവരെ, സത്യസന്ധമായി ജീവിക്കുന്നവർക്കെതിരെ നിൽക്കുന്നവർ, അവരെ താറടിക്കുന്നവർ, അവരെ അപവാദം പറയുന്നവർ, ശ്രദ്ധിക്കുക, ദൈവം എല്ലാം കാണുന്നുണ്ട്, ദൈവമെല്ലാം അറിയുന്നുണ്ട്. ദൈവം എല്ലാത്തിനും കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം മുമ്പിൽ വരുമെന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും അറിയണം. എന്താ നമ്മൾ ചിന്തിക്കുന്നത്? നല്ല മനസാക്ഷിയോടെ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? ഉത്തരം, ഈ ലോകത്ത് വലിയ കഷ്ടപ്പാടായിരിക്കാം, ഈ ലോകത്ത് വലിയ പ്രതിസന്ധിയായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നല്ല മനസാക്ഷിയോടെയാണ് കർത്താവിനെ സേവിക്കുന്നതെങ്കിൽ നിത്യതയിൽ നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. ഏറ്റവും വലിയ പ്രതിഫലം കർത്താവ് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞിവിടെ അവസാനിപ്പിക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമെന്ന് പറയുന്നത് കർത്താവിൻ്റെ അംഗീകാരമാണ്. നല്ല മനസാക്ഷിയോടെ ജീവിക്കുന്നവർക്ക് എന്താ പ്രതിഫലം? ഞാനൊരു കാര്യം പറയാം, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ ജീവിക്കാം. മനസാക്ഷിയുടെ കുത്തലില്ലാതെ, അഭിനയിക്കാതെ, പരമാർത്ഥതയോടെ, സന്തോഷത്തോടെ ജീവിക്കാം. ഇതിൽ പരം സന്തോഷകരമായ ജീവിതം വേറെ ഏതാ ഉള്ളത്? ഞാൻ ഇന്ന് ഈ തിരുവെഴുത്തുകളുടെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ താഴെ പറയേണ്ടതാണ് ഞാൻ. പക്ഷേ എൻ്റെ വീഡിയോ ദൈർഘ്യമായതിനാൽ മാത്രം നിർത്തുകയാണ്.
പൗലോസ് എന്തുകൊണ്ട് മഹാപുരോഹിതനെ അറിഞ്ഞില്ല? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് പൗലോസ് എക്സ്ക്യൂസ് പറയുന്നുണ്ട്. ആ ഭാഗമൊക്കെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ അതിന് ഇനി സമയമെടുക്കുന്നില്ല. നല്ല മനസ്സാക്ഷിയുള്ളവരായി ജീവിക്കുക പ്രിയപ്പെട്ടവരെ. അതിന് വില കൊടുത്തെങ്കിലേ ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകുകയുള്ളൂ. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ ഒരു മനസ്സാക്ഷി, ആ മനസ്സാക്ഷിയോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാനും കഴിയും, ഞാൻ ഇന്ന് വരെ നല്ല മനസ്സാക്ഷിയോടെയാണ് ജീവിച്ചത്. നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ 100% തികഞ്ഞവനായി ജീവിക്കുക എന്നല്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലുമല്ല. അറിഞ്ഞ സത്യത്തിനു വേണ്ടി വിശ്വസ്തയോടെ പോകുന്നതാ ശരിയായ നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെക്കുറിച്ചുള്ള ബോധ്യം വന്നാൽ അനുദപിക്കുന്നതാ നല്ല മനസ്സാക്ഷി. എത്ര തവണ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും തെറ്റിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിട്ടും മനസ്സാക്ഷിയുടെ ആജ്ഞകൾ കേൾക്കാതെ പിന്നെയും തിന്മ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു പോയവരെ പോലെ ആയവരാണ് ഒരു നല്ല കൂട്ടം ആളുകൾ. പക്ഷേ നല്ല മനസ്സാക്ഷിയുള്ളവൻ്റെ പ്രത്യേകത, അവൻ തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ, ദൈവത്തിൽ നിന്ന് അകന്നാൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ മാനസാന്തരത്തിലേക്ക് വരും, ദൈവഭയത്തിലേക്ക് മടങ്ങി വരും. എത്ര സന്തോഷകരമായ ആനന്ദകരമായ ജീവിതം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുക. ഞാൻ ഇന്ന് വരെ നല്ല മനസ്സാക്ഷിയോടുകൂടെ ജീവിച്ചു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം, ഞാൻ നല്ല മനസ്സാക്ഷിയോടെയാണ് ഈ കർത്താവിനെ സേവിക്കുന്നത്. ഒരു കുറ്റബോധവുമില്ല. ഈ ദൈവത്തെ സേവിച്ചത് മോശമായി പോയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ കർത്താവിന് വേണ്ടി ഇറങ്ങിയത് ഒരു അബദ്ധമായി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നല്ല മനസ്സോടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആരാധനയ്ക്കകത്ത് എനിക്ക് കപടതയുടെ മുഖമില്ല. പരീശന്മാരെ പോലെ ആളുകളുടെ പ്രീതിക്ക് വേണ്ടിയല്ല, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. കാരണം എനിക്ക് ഒരു നല്ല മനസ്സാക്ഷിയുണ്ട്. ഞാൻ സകലത്തിലും നല്ലവരായി നടക്കാൻ ഇച്ഛിക്കുന്നു. എന്ത് ചെയ്താലും നന്മ ചെയ്യണം, ഗുണമാകണം എന്ന ആഗ്രഹം എൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മനസ്സാക്ഷിയുണ്ട്. കർത്താവ് ഇന്ന് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നല്ല മനസ്സാക്ഷിയുള്ളവരായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ നല്ല മനസ്സാക്ഷി നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ നല്ല മനസ്സാക്ഷിയിൽ നമ്മെ നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ കർത്താവിനോട് ചേർന്ന് നടന്ന് നല്ല മനസ്സാക്ഷിയുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.